ഫെമിനിച്ചി ഫാത്തിമ കണ്ടു. ഫാത്തിമ വളരെ മനോഹരമായൊരു മൂവി. കാരണം വേറെ ഒന്നുമല്ല, ഇന്നസെൻ്റായ മനുഷ്യരുടെ, ഒരു ഗ്രാമത്തിലെ മനുഷ്യരുടെ ഇന്നസെൻ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിൻ്റെ. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും ഉണ്ടല്ലോ, ശരിക്ക് ഞാൻ കണ്ണൂരിൽ ജനിച്ചു വളർന്നതാണ്. എനിക്ക് തോന്നിയത് എൻ്റെ അയൽപക്കത്ത് ഇല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ട് അടുത്ത വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളിലേക്കൂടെ നമ്മൾ സഞ്ചരിച്ചൊരു പ്രതീതിയായിരുന്നു. വളരെ മനോഹരമായൊരു മൂവി, മനോഹരമായി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതൊന്ന് എൽബോ എന്ന് പറഞ്ഞിട്ടൊരു, അതായത് വയലൻ്റ് ഉണ്ട്, അതിൽ കൊലപാതകമുണ്ട്, അതിൽ സെക്സ് ഉണ്ട്, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. എല്ലാവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. അപ്പോൾ സിനിമ കാണാനും നമുക്കൊരു വളരെ കൗതുകം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പോൾ കാണിക്കും ആ ചെറുക്കനെ കൊല്ലും, ഒരിക്കലുമില്ല. ആ പെൺകുട്ടീൻ്റെ ഫേസിലാണ് അവൻ മരിച്ചു എന്നുള്ളത് അറിയുന്നത്. സെക്ഷന് മുൻപേ ഉള്ള അവരുടെ പ്രിക്കോഷൻ എല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പിന്നീട് അങ്ങോട്ടില്ല. വളരെ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന സിനിമകൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ അപ്പോഴൊക്കെ ഓർത്തത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വന്നപ്പോൾ ഇതുപോലെയുള്ളതാണ്. ഒരു സംഭവം തുടങ്ങുമ്പം പിന്നെ അതിൻ്റെ എൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഇവിടെ നിന്ന്. അങ്ങനെയുള്ള ഒരു തലത്തിലോട്ട് ഇപ്രാവശ്യത്തെ സിനിമ വന്നിട്ടുണ്ട്. അത് എനിക്കിവിടെയുള്ള സംഘാടകരോട് വളരെയധികം ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇത്ര നല്ല മൂവികൾ ഉണ്ടായിട്ട് അതിൽ നല്ല മൂവികൾ അവരെടുത്തു കൊണ്ടുവന്ന് ഇവിടെയുള്ള വരും തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള വിധത്തിൽ കാണിച്ചു കൊടുക്കുന്നതിൽ വളരെ നല്ല അഭിപ്രായം.